ഹലോ, എൻ്റെ പേര് ടി ജെ എബ്രഹാം. ഞാൻ ഐലേൺ ഐ എസ് അക്കാഡമിയുടെ ഡയറക്ടറാണ്. ഇന്ന് നമ്മുടെ കൂടെ ഡോക്ടർ അക്ഷയ്, ഓൾ ഇന്ത്യ റാങ്ക് 641 ഫോർ സിവിൽ സർവീസ് എക്സാമിനേഷൻ 2024. അക്ഷയ്, കൺഗ്രാജുലേഷൻസ്. താങ്ക് യു സർ. നമ്മുടെ കൂടെ അനൂപുണ്ട്. അനൂപ് ഐലേണിൻ്റെ ഫാക്കൽറ്റിയും മെൻറ്ററും ആണ്. നമ്മുടെ അക്ഷയുടെ ഈ ഒരു പീരിയഡിലെ മെൻറ്ററായിരുന്നു അനൂപ്. വെൽക്കം. താങ്ക് യു സർ. ഡോക്ടർ അക്ഷയുടെ ഒരു എക്സ്ട്രോർഡിനറി ജേണിയാണ്. അതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ, അക്ഷയ് ഫസ്റ്റ് അറ്റംപ്റ്റിലാണ് ഈ പരീക്ഷ ക്വാളിഫൈ ചെയ്തത്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ റാങ്ക് 614 ആയിരുന്നു. സിവിൽ സർവീസ് റാങ്ക് ലിസ്റ്റിൽ കയറുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു അക്കംപ്ലിഷ്മെൻ്റ് ആണ്. ഏകദേശം ഒരു 10 lakhs ആൾക്കാർ ചെയ്യുന്ന പരീക്ഷയാണ്. ജസ്റ്റ് മേക്കിംഗ് ഇൻ ടു ദ റാങ്ക് ലിസ്റ്റ് ഇസ് എ ഹ്യൂജ് അക്കംപ്ലിഷ്മെൻറ്റ്. ബട്ട് എഗെയിൻ ക്വാളിഫൈയിങ് ഇറ്റ് ഇൻ ദ ഫസ്റ്റ് അറ്റംപ്റ്റ് ഇസ് എ ഗ്രേറ്റ് തിങ്. സോ അക്ഷയ്, വീണ്ടും ഒരു കൺഗ്രാജുലേഷൻസ്. താങ്ക് യു സർ. അക്ഷയ് ഞങ്ങളുടെ പ്രിലിംസ് കം മെയിൻസ് ബാച്ച് സ്റ്റുഡൻ്റ് ആണ്. പ്രിലിംസ് കം മെയിൻസ് ബാച്ച് എന്ന് പറഞ്ഞാൽ 11 month ഡ്യൂറേഷനുള്ള പ്രോഗ്രാമാണ്. വേർ ദർ ഇസ് പ്രിലിംസ് ക്ലാസ്സസ് ആൻഡ് ടെസ്റ്റ് സീരീസ്. ഓക്കെ അക്ഷയ്, ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ക്വാളിഫൈയിങ് ദ ഫസ്റ്റ് അറ്റംപ്റ്റ്. എനിക്കൊന്ന് ഈ പ്രാവശ്യം കേരളത്തിൽ 2 പേരാണ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്വാളിഫൈ ചെയ്തിരിക്കുന്നത്. ആൻഡ് അക്ഷയുടെ GS-ൻ്റെ മാർക്സ് വെരി ഹൈ ആണ്. എന്താ അക്ഷയ് ഫസ്റ്റ് അറ്റംപ്റ്റ് എന്നുള്ള റിസൾട്ട് ഇൻ ജനറൽ കുറവ് വരുന്നത്? ഒരു മൈൻഡ് സെറ്റ് പ്രോബ്ലം ആണോ? എനിക്ക് തോന്നുന്നത് കുട്ടികൾ ഇപ്പോൾ PCM-ൽ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് ഇനീഷ്യലി അവർ കാണുമ്പോൾ എന്ന് വെച്ചാൽ ഇതൊരു വൺ ഓഫ് ദ ടഫസ്റ്റ് എക്സാമിൻസ് ഇൻ ഇന്ത്യ ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ കുറച്ച് ഫസ്റ്റ് അറ്റംപ്റ്റിൽ ചിലപ്പോൾ പേടി തോന്നും. ഒബ്വിയസ്ലി പേടി ഉണ്ടാവും ആർക്കും. ഇപ്പോൾ എനിക്കും ആദ്യമായിട്ട് ഇനീഷ്യലി ജോയിൻ ചെയ്തപ്പോൾ പേടി ഉണ്ടായിരുന്നു. കാരണം 5 ലക്ഷം പേരൊക്കെ എഴുതുന്ന ഒരു പരീക്ഷ, അല്ലെങ്കിൽ 10 ലക്ഷം ആപ്ലിക്കൻസ് ഉള്ള പരീക്ഷയിൽ 3-4 അറ്റംപ്റ്റ് ഉള്ള ആൾക്കാർക്ക് അവരെ കൂടെ ഞാൻ കോമ്പീറ്റൻ്റ് ആണോ എന്നൊരു സംശയം എനിക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഈ ഒരു പ്രജുഡിസ്ഡ് മൈൻഡ് സെറ്റ് മാറ്റുക എന്നുള്ളതായിരുന്നു എൻ്റെ ആദ്യത്തെ സ്ട്രാറ്റജി, റാദർ ദാൻ പരീക്ഷയ്ക്ക് പഠിക്കുന്നതിനുപരി. അപ്പോൾ ഞാനൊന്ന് നോക്കി പരീക്ഷയെക്കുറിച്ച്, ഞാനൊന്ന് കൂടുതൽ പരീക്ഷയ്ക്ക് പഠിക്കുന്നതിലുപരി പരീക്ഷയെക്കുറിച്ച് കുറച്ചുകൂടി നന്നായി മനസ്സിലാക്കാൻ ഞാൻ ശ്രമിച്ചു. അപ്പോൾ അതായിരിക്കണം ഒരുപക്ഷെ എനിക്ക് എക്സാമിനെക്കുറിച്ചുള്ള ഐഡിയ, സിലബസ് അല്ലെങ്കിൽ PYQs എങ്ങനെ നമുക്ക് ഈ ഫസ്റ്റ് അറ്റംപ്റ്റിൽ നമ്മുടെ മിനിമം കണ്ടൻറ്റ് വെച്ച് ഇത് ക്വാളിഫൈ ചെയ്യാം എന്നുള്ള സ്ട്രാറ്റജീസ് ഞാൻ ഡെവലപ്പ് ചെയ്തു. അത് സഹായിച്ചു. അപ്പോൾ കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു പൊതുവെ ഇല്ലാതെ പോകുന്നത് ആ ഒരു ഇതാണ്. ആ ഫിയറിൽ അവരങ്ങ് ബാക്കായി പോകുന്നു. അത് ഫസ്റ്റ് അറ്റംപ്റ്റ് ഒരു ട്രയൽ അറ്റംപ്റ്റ് ആണ്. ഇത് ക്ലാസ് അറ്റൻഡ് ചെയ്യാം, അടുത്ത വർഷം പിടിക്കാം. അങ്ങനെ ഫസ്റ്റ് അറ്റംപ്റ്റ് ഒന്ന് ലൂസാക്കി കൊടുക്കുന്നു കുട്ടികൾ പലപ്പോഴും. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് അറ്റംപ്റ്റിൽ പറ്റും എന്ന് ഒരു അപ്രോച്ചിൽ വേണം നമ്മൾ ഈ പരീക്ഷ മുന്നോട്ട് പോകാൻ. അതെ, നമ്മുടെ ഒരു ബെസ്റ്റ് അറ്റംപ്റ്റ് ആണ് നമ്മുടെ എപ്പോഴും ഞാൻ വിശ്വസിച്ചിരുന്നത് ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് എൻ്റെ ബെസ്റ്റ് അറ്റംപ്റ്റ്. കാരണം ഞാൻ ക്ലാസ്സുകളിൽ പോകുന്നു, റിവൈസ് ചെയ്യുന്നു. അപ്പോൾ ആ ക്ലാസ്സിൽ നിന്ന് കിട്ടുന്ന ആ ഇമ്മീഡിയറ്റ് മെമ്മറി എൻ്റെ കയ്യിലുണ്ട്. ഞാൻ റിവൈസ് ചെയ്യുന്ന കാര്യങ്ങളും എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഒരു 2-3 തവണ റിവിഷൻ ഓൾറെഡി വന്നു കഴിഞ്ഞു. അപ്പോൾ ഈ അറ്റംപ്റ്റിൽ എഴുതാൻ പറ്റുന്ന അത്രയും കാര്യങ്ങൾ ചിലപ്പോൾ എനിക്ക് ആ ക്ലാസ്സിന് മെമ്മറി എനിക്ക് അടുത്ത തവണ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഞാനത് ഇത് ബെസ്റ്റ് അറ്റംപ്റ്റ് തന്നെ കൊടുക്കും. റിസൾട്ടിനെ കുറിച്ച് ഞാൻ അധികം വെറിഡ് ആയിരുന്നില്ല. ഇല്ലെങ്കിൽ ഐ വിൽ ട്രൈ നെക്സ്റ്റ് ടൈം എന്നുള്ളതായിരുന്നു. ഈ ആറ്റിറ്റ്യൂഡിനൊപ്പം തന്നെ ഈ ഫസ്റ്റ് അറ്റംപ്റ്റിൽ നമ്മൾ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി ഏറ്റവും ഇമ്പോർട്ടൻസ് ആണെന്ന് പറയുന്നത് നമ്മുടെ ലേണിംഗ് മെത്തേഡ്സ് ഭയങ്കര എഫിഷ്യൻ്റ് ആയിരിക്കണം. അപ്പോൾ നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡോക്ടർ അക്ഷയുടെ ലേണിംഗ് മെത്തേഡ്സിലേക്ക് നമുക്കൊന്ന് പോകാം. പക്ഷേ നമ്മുടെ പ്രിലിംസ് കം മെയിൻസ് ബാച്ച് സ്റ്റുഡൻ്റ് ആണ്. 11 month ഡ്യൂറേഷനുള്ള പ്രോഗ്രാമാണ്. അപ്പോൾ നമുക്ക് ഡെയിലി 4 hours ആയിരുന്നു നമ്മുടെ ക്ലാസ് വരിക. അക്ഷയുടെ ഒരു ഡേ ഒന്ന് പറയുമോ? അതായത് രാവിലെ ഒരു ഏർലി മോർണിംഗിൽ എഴുന്നേക്കോ, ക്ലാസ്സിന് മുമ്പ് എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യുമോ? ആ ഒരു വളരെ ഡീറ്റെയിൽഡ് ആയിട്ട്, പ്രത്യേകിച്ച് ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഈ പരീക്ഷ കയറാൻ താല്പര്യമുള്ളവർക്ക് ഒരു ഗൈഡൻസ് ആവുന്ന രീതിയിൽ. ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഒരുപാട് നേരത്തെ എണീക്കുന്ന ആളല്ല. ഞാൻ ലേറ്റായിട്ട് കിടന്നിട്ട് രാവിലെ കുറച്ച് ലേറ്റായിട്ട് എണീക്കുന്നത്. കാരണം ഞാൻ ഡോക്ടർ ആയതുകൊണ്ട് തന്നെ ഒരു അഡിക്വേറ്റ് സ്ലീപ്പ്, ഒരു 6 to 7 hours സ്ലീപ്സ് എങ്ങനെയും കൊടുക്കണം എന്നുള്ളൊരു വാശി എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മാക്സിമം ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഓൾമോസ്റ്റ് 6:45 അല്ലെങ്കിൽ 7 മണിക്ക് എണീക്കും. മാക്സിമം 9-9:15 ആകുമ്പോഴേക്കും ക്ലാസ് തുടങ്ങുമായിരുന്നു. അപ്പോൾ രാവിലെ വരുമ്പോൾ ഞാൻ ബേസിക്കലി അന്നത്തെ ടൈം ടേബിൾ നോക്കും. അപ്പോൾ തലേന്ന് ഓൾറെഡി ഞാൻ റിവൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ രാവിലെ ഇപ്പോൾ ജോഗ്രഫി ക്ലാസ് ആണ്. അപ്പോൾ സാറ് വരുന്നതിന് മുമ്പ്, ഞാൻ പോകുന്നതിന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് മറിച്ച് നോക്കും. ക്ലാസ് നോട്ട്സ് മാത്രം, വേറെ ബുക്സൊക്കെ നേരത്തെ കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ കയ്യിലുള്ള ക്ലാസ് നോട്ട്സ് നോക്കും. അപ്പോൾ ക്ലാസ് പോയി കഴിഞ്ഞാൽ ക്ലാസ്സിൽ ജുഡീഷ്യസ്ലി ഞാൻ അറ്റൻഡ് ചെയ്യും. അങ്ങനെ ബേൺ ഔട്ട്സോ ബ്ലാക്ക് ഔട്ട്സോ വരാതെ ശ്രദ്ധിക്കും. മാക്സിമം ഉറങ്ങിപ്പോവാതെ അല്ലെങ്കിൽ അറ്റൻറ്റീവായിട്ടിരിക്കും. മാക്സിമം നോട്ട്സ് ഞാൻ ക്ലാസ് നോട്ട്സ് അവിടെ ഇരുന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യും. കാരണം ചിലപ്പോൾ ചിലപ്പോൾ മനസ്സിലാവുന്ന കണ്ടൻറ്റുകൾ ചിലപ്പോൾ പിന്നീട് ഞാൻ വായിച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ ക്ലാരിറ്റി കിട്ടണമെന്നില്ല. അപ്പോൾ ഇൻ കേസ് ചിലപ്പോൾ ഞാൻ തമാശയ്ക്ക് പറയാറുണ്ട്, സാറ് പറയുന്ന ചളികൾ പോലും ഞാൻ ചിലപ്പോൾ നോട്ടിൽ സൈഡിൽ മാർക്ക് ചെയ്ത് വെക്കും. കാരണം ചിലപ്പോൾ ആ ഒരു ജോക്കായിരിക്കും നമുക്ക് ഒരു പ്രിലിംസ് ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്യാൻ സഹായിക്കുന്നത്. അപ്പോൾ അങ്ങനെ എക്സ്റ്റെൻസീവ്ലി നോട്ട്സ്. അപ്പോൾ പലപ്പോഴും കുട്ടികൾ തന്നെ കളിയാക്കുമായിരുന്നു കൂടെ ഇരിക്കുന്നവർ, എന്തിനാണ് ഇത്രയും കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത്, ഹാൻഡ് ഔട്ട്സ് തരുന്നുണ്ടല്ലോ, അത് നോക്കി പഠിച്ചാൽ പോരെയെന്ന്. പക്ഷേ ഞാൻ പറയില്ല, എനിക്ക് ഒരു പേഴ്സണൽ നോട്ട് എനിക്ക് വേണം.
അത് അത്യാവശ്യമാണ്, കാരണം പ്രിലിംസിന് മുമ്പ് റിവൈസ് ചെയ്യാൻ വേണം. അപ്പം അങ്ങനെ ഞാൻ ചെയ്തിരുന്നു. പിന്നെ 1 മണിക്ക് അല്ലെങ്കിൽ 1:30 ക്ലാസ് കഴിഞ്ഞാൽ ഞാൻ ഫുഡ് കഴിക്കും, അതിനുശേഷം കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കും. അങ്ങനെ ഉറങ്ങുന്ന ആഫ്റ്റർനൂൺ നാപ്പ് കുറവാണ്, അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കും, കുറച്ച് ഫോണൊക്കെ നോക്കും, അതിനുശേഷം റീഡിംഗ് റൂമിലേക്ക് പോകും. പിന്നെ ഓൾമോസ്റ്റ് ഒരു ചായ കുടിക്കുന്ന ആ സമയം വരെ പഠിക്കും. കാരണം ഞാൻ ബേസിക്കലി ചെയ്തിരുന്ന ക്ലാസ് നോട്ട്സ് ആദ്യം എടുക്കും, റിവൈസ് ചെയ്യും. പിന്നെ ഓൾറെഡി ക്ലാസ്സിൽ ഫാക്കൽറ്റി തന്ന ഹാൻഡ് ഔട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ അവർ പറഞ്ഞിട്ടുണ്ടാവും ഇന്ന റെഫറൻസുകൾ നിങ്ങൾ ചെയ്യണം. അപ്പോൾ ബേസിക്കലി ഫസ്റ്റ് അറ്റംപ്റ്റിൽ വരുമ്പോൾ നമുക്ക് പറ്റുന്നൊരു കുഴപ്പം നമ്മൾ ഒരുപാട് റെഫറൻസിലേക്ക് പോകും. അപ്പോൾ ഞാൻ മാക്സിമം അതിലേക്ക് പോവാതെ ഫാക്കൽറ്റി എന്താണോ റെഫർ ചെയ്യാൻ പറയുന്നത് അത് തന്നെ ചെയ്യുക. അല്ലെങ്കിൽ ഇൻ കേസ് എനിക്ക് മനസ്സിലാവാത്ത കണ്ടന്റ് ഉണ്ടെങ്കിൽ മാത്രം ഞാൻ പുറത്തേക്ക് ഒരു റെഫറൻസിന് പോകും. അതർവൈസ് ബേസിക് NCERT ഓർ ബേസിക് സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്സിൽ നിന്ന് ആവശ്യമുള്ള കണ്ടന്റ് എടുക്കുക ചെയ്തിരുന്നത്. അതിനുശേഷം ഏകദേശം ചായ കുടിച്ചതിന് ശേഷവും ഇത് കണ്ടിന്യൂ ചെയ്യും. മാക്സിമം ഒരു റീഡിംഗ് റൂം ഏകദേശം ഒരു 11:30-12 വരെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ആ ഒരു സമയം വരെ ഇരിക്കും. പിന്നെ ജസ്റ്റ് ഹോസ്റ്റലിൽ പോയി കിടന്ന് ഉറങ്ങാണ് ചെയ്യാറ് സാധാരണ. പിന്നെ പിറ്റേ ദിവസം സെയിം റൊട്ടീൻ ഹാപ്പൻ ചെയ്യും. പക്ഷേ രാത്രി ഞാൻ ന്യൂസ് പേപ്പർ റീഡിങ് ബേസിക്കലി ഞാൻ നൈറ്റിലേക്കാണ് വെച്ചിരുന്നത്. കാരണം ചിലപ്പോൾ നമ്മൾ രാവിലെ ന്യൂസ് പേപ്പർ എടുത്താൽ ചിലപ്പോൾ അത് ഒത്തിരി നേരം പ്രൊലോങ് ചെയ്ത് പോകാൻ സാധ്യത. അപ്പോൾ ഒരു കിടക്കുന്ന സമയത്തേക്ക് ന്യൂസ് പേപ്പർ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 45-1 അവറിനുള്ളിൽ തീർക്കും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം ഞാൻ രാത്രിയിലത്തേക്ക് ചെയ്തിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് സാധാരണ കിടക്കലാണ്. അപ്പോൾ അതായത് അക്ഷയ് ഇപ്പോൾ പറഞ്ഞു വെച്ചിട്ട് അക്ഷയ് അങ്ങനെ എക്സ്ട്രോർഡിനറി ആയിട്ട് എന്തെങ്കിലും മെറ്റീരിയലോ അങ്ങനത്തെ ഒന്നും ചെയ്തില്ല. എല്ലാവർക്കും ആക്സസിബിൾ ആവുന്ന മെറ്റീരിയൽസ്, അതായത് എല്ലാ ദിവസവും രാവിലെ നയിക്കും നമ്മുടെ ക്ലാസ്സിൽ ഐലൻഡ് ക്ലാസ്സിന് വരുന്നതിന് മുമ്പ് എന്താണോ ആ ക്ലാസ് അതൊന്ന് റിവൈസ് ചെയ്യും. ക്ലാസ്സിൽ 4 മണിക്കൂർ കുത്തിയിരുന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും നോട്ട് എടുക്കും. ക്ലാസ് കഴിഞ്ഞ ഉടനെ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് അത് തന്നെ റിവൈസ് ചെയ്യും, ഹാൻഡ് ഔട്ടൊക്കെ വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യും, പത്രം വായിക്കും, വീണ്ടും റിവൈസ് ചെയ്യും, അടുത്ത ദിവസം ക്ലാസ്സിൽ പോകും. ഇത് ഒരു 1 ഇയർ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു. ഓക്കെ, നമ്മുടെ ഐലേണിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നൊരു മെയിൻ ഫാക്ടർ നമ്മുടെ മെൻറ്റർഷിപ്പാണ്. ഇപ്പോൾ നമ്മുടെ അനൂപ് സാർ ഇവിടെ ഉണ്ട്. കാരണം ക്ലാസ്സിൽ കണ്ടന്റ് ഒക്കെ കിട്ടിയാലും ഓരോ കുട്ടിയും യുണീക്കാണ്, സ്പെഷ്യലാണ്. അപ്പോൾ ആ കുട്ടിക്ക് വേണ്ട രീതിയിൽ ഈ പ്രിപ്പറേഷൻ മോഡറേറ്റ് ചെയ്യുക എന്നതാണ് നമ്മളൊരു മെൻറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത്. അനൂപിന് ആദ്യത്തെ അക്ഷയിനെ ഓർമ്മയുണ്ടോ? അത് നല്ല ചോദ്യമാണ്. കാരണം നമ്മുടെ ആദ്യമായിട്ട് മെന്റർഷിപ്പ് ഗ്രൂപ്പിൽ വരുന്ന സമയത്ത് അമംഗ് 15 സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ ഇനീഷ്യലി ഇൻട്രാക്ഷൻസിലെല്ലാം നമ്മൾ ആൻസർ നോക്കുന്ന സമയത്തും അതേപോലെ ലെവൽ ഓഫ് നോളജ് നോക്കുന്ന സമയത്തും നമ്മളൊരു ബിഗിനറിൻ്റെ രീതിയിലാണ് കാണുന്നത്. ബട്ട് അക്ഷയുടെ ഒരു വ്യത്യാസം എന്ന് പറയുമ്പോൾ ഇന്ന് നോക്കുന്ന സമയത്ത് ഗ്രൂപ്പ് സെഷൻ ആണെങ്കിലും അല്ലെങ്കിൽ 1-on-1 സെഷൻസ് ആണെങ്കിലും എല്ലാ 1-on-1 സെഷൻസ് അറ്റൻഡ് ചെയ്യും. ഇപ്പം ഞാൻ 1-on-1 സ്ലോട്ട്സ് കിട്ടുന്ന സമയത്ത് അക്ഷയുടെ പേര് എന്തായാലും ഉറപ്പായിരിക്കും അതിൽ. ഓക്കെ, അപ്പോൾ ഭയങ്കര ഡിസിപ്ലിനാണ്. നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തിൽ വളരെ എടുത്തുക്കുന്ന ഒരു സാധനം ഡിസിപ്ലിൻ. ഞാൻ എപ്പോഴും എൻ്റെ സ്റ്റുഡൻസിനോട് പറയുന്ന ഒരു കാര്യമാണ്, ഡിസിപ്ലിൻ ഇസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ കണ്ടന്റ് ഓർ ലോട്ട് ഓഫ് നോളജ്. സോ ആ ഒരു കാര്യം ഭയങ്കരമായിട്ട് ചേഞ്ച് വന്നു. ദാറ്റ് ആ ഡിസിപ്ലിൻ എഫേർട്ടിൽ നമുക്ക് ഓരോ പ്രാവശ്യം സെഷൻസ് നടക്കുന്ന സമയത്ത് ആൻസേഴ്സ് ബെറ്ററായി വരുന്നുണ്ട്. ആൻഡ് ടുവേഴ്സ് ദി എൻഡ് അക്ഷയുടെ മെയിൻസ് ആൻസേഴ്സ് കറക്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു കാര്യം മനസ്സിലായി, മൾട്ടി ഡിസിപ്ലിനറി ആണ്. ഓക്കെ, ഒരു GSൽ ഇപ്പോൾ ആ ഒരു കാര്യമായിരിക്കും ഒരു പക്ഷേ 420 മാർക്സോളം കിട്ടാൻ സഹായിച്ചത്. മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള ആൻസേഴ്സ് ഉണ്ടായിരുന്നു. പിന്നീട് അതിന് ശേഷം ഇവൻ പ്രിലിംസിൻ്റെ സമയത്താണെങ്കിൽ നമ്മൾ ഓരോ ടെസ്റ്റ് അനലൈസ് ചെയ്യുന്ന സമയത്ത് ഇനീഷ്യലി ആ ടെസ്റ്റുകൾ നമ്മൾ ആൻസർ ചെയ്ത് നോക്കുന്ന സമയത്ത് കണ്ടന്റിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്തത്. ബട്ട് ഓവർ പീരീഡ് ഓഫ് ടൈം നമ്മൾ ആ എലിമിനേഷൻ ടെക്നീക്സിലേക്കും ഒരു ലോജിക് എങ്ങനെ അപ്ലൈ ചെയ്ത് മാർക്സ് കൂട്ടാം എന്ന രീതിയിലായിരുന്നു. ആൻഡ് ഓരോ പീരീഡ് ഓഫ് ടൈം ആ കൺസിസ്റ്റൻസി കൊണ്ടുവരും. ആൻഡ് അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ടൈം എന്നെ പ്രിലിംസ് കയറാൻ സഹായിച്ചു. അതാണ് എനിക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം. ഞാൻ ഇതിന് നമ്മുടെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒരു അക്കാഡമിക് പ്രോഗ്രാം നമ്മുടെ പ്രിലിംസ് കം മെയിൻസ് ബാച്ച് ഡിസൈൻ ചെയ്യുമ്പം അതിനകത്ത് കുറേ കോമ്പണൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് എല്ലാ ആഴ്ചയിലും പ്രിലിംസ് ടെസ്റ്റ് ഉണ്ട്, റെഗുലർ ആയിട്ടുള്ള മെയിൻസ് ടെസ്റ്റ് ഉണ്ട്. പക്ഷെ ഇതൊക്കെ എപ്പോഴും ഫുൾ അറ്റൻഡ് ചെയ്യാനൊന്നും പ്രാക്ടിക്കൽ അല്ല. ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് എന്ന രീതിയിൽ ഡോക്ടർ അക്ഷയ് ഇതെങ്ങനെയാണ് അപ്രോച്ച് ചെയ്തത്? റെഗുലർ ആയിട്ട് പ്രിലിംസ് ടെസ്റ്റ് എടുക്കുമായിരുന്നോ വീക്ക്ലി ഉള്ള? പ്രിലിംസ് ടെസ്റ്റ് ഞാൻ മാക്സിമം അറ്റൻഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം അത് നമുക്കൊരു ഹാഫ് ആൻ അവറിൽ തീർക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ മൺഡേയ്സിലായിരിക്കും ടെസ്റ്റ്. അപ്പോൾ ഞാൻ ഏകദേശം ഇപ്പം ഇൻ കേസ് എല്ലാവർക്കും പഠിച്ച് തീർക്കാൻ പറ്റില്ല, അപ്പോൾ ഞാൻ പഠിച്ച് തീർക്കുന്ന കണ്ടന്റ് വെച്ചിട്ട് അത് അറ്റൻഡ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. മാക്സിമം പ്രിലിംസ് ടെസ്റ്റ് സീരീസ് എഴുതിയിരുന്നു ഞാൻ. മിക്കവാറും ആദ്യം നിന്ന് ബാക്ക് ഔട്ട് ചെയ്തിട്ടില്ല. പിന്നെ നമ്മുടെ ഇൻറ്റഗ്രേറ്റഡ് പ്രിലിംസ് ടെസ്റ്റ് സീരീസ് തുടങ്ങുമ്പോഴും ഞാൻ ഓൾമോസ്റ്റ് എവറി ടെസ്റ്റ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് ജുഡീഷ്യസ്ലി ഫോളോ ചെയ്തിരുന്നു. ഈവൻ മെയിൻസിൽ ചിലപ്പോൾ ആൻസേഴ്സ് അത്ര എഴുതാൻ സമയം കിട്ടിയിട്ടുണ്ടാവില്ല. മെയിൻസ് ടെസ്റ്റ് സീരീസ് ഞാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ കംപ്ലീറ്റ് ടെസ്റ്റുകൾ എഴുതാനുള്ള ഒരു സമയം നമ്മുടെ അത് ഒബ്വിയസ്ലി ഹ്യൂമൻലി പോസിബിൾ അല്ല ഒരു PCM കോച്ചിങ്ങിൻ്റെ സമയത്ത്. പക്ഷേ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ. കാരണം പല ഫസ്റ്റ് അറ്റംപ്റ്റേഴ്സിലുള്ളൊരു മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, സാർ പഠിച്ച് തീർന്നില്ല, പഠിച്ച് തീർന്നിട്ട് ടെസ്റ്റ് എടുത്തൂടെ? ഓക്കെ,
പക്ഷെ എനിക്ക് തോന്നുന്നു അക്ഷയ് എന്ന് പറഞ്ഞാൽ പഠിച്ച് തീർന്നാലും ഉള്ള കണ്ടന്റ് വെച്ച് അങ്ങ് ടെസ്റ്റ് എടുക്കുമായിരുന്നല്ലേ. അപ്പൊ അതിനെ പറ്റിയിട്ടൊന്ന് പറയാമോ, ഒരു ടെസ്റ്റ് ടേക്കിങ്ങിനെ പറ്റിയിട്ടുള്ള അക്ഷയുടെ ഒരു ആറ്റിറ്റ്യൂഡ്? അതും ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഈ പരീക്ഷയുടെ സ്വഭാവം ബേസിക്കലി പരീക്ഷയ്ക്ക് പഠിക്കുന്നതിന് മുമ്പേ മനസ്സിലാക്കി കുറച്ചൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഒരു ആപ്ലിക്കൻ്റ്, ഒരു ആസ്പിരൻറ്റിന് ഇത് പഠിച്ച് തീർന്നിട്ട് ഈ എക്സാം എഴുതി പാസ്സാവുക എന്ന് വെച്ചാൽ അത് പാസ്സാവുന്നത് അസംഭവമായ ഒരു കാര്യമാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ മാക്സിമം മിനിമം കണ്ടൻറ്റ് വെച്ചിട്ട് എങ്ങനെ ഔട്ട്പുട്ട് മാക്സിമൈസ് ചെയ്യാമെന്ന് ഞാൻ ശ്രമിച്ചിരുന്നു. അപ്പോൾ ഞാനപ്പോൾ പല ഇന്നോവേറ്റീവ് സ്ട്രാറ്റജീസ് എന്തെങ്കിലുമൊക്കെ ആൻസറിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് പരീക്ഷിച്ച് നോക്കും. ഇപ്പോൾ ടോപ്പേഴ്സ് കോപ്പിയൊക്കെ വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ചില ആൻസേഴ്സൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ സെയിം കണ്ടൻറ്റ് തന്നെയാണ് അവർ എഴുതിയിരിക്കുന്നത്, പക്ഷേ അവരെന്തെങ്കിലുമൊക്കെ ചെറിയൊരു വിസിബിലിറ്റി കൂട്ടിയിട്ടുണ്ട് അതിൻ്റെ. ഇപ്പോൾ ഒരു ഫ്ലോ ചാർട്ടോ ഒരു ഡയഗ്രോ ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 1/2 മാർക്ക് എക്സ്ട്രാ കിട്ടും. അത് ഈ 1/2 മാർക്ക് ഒരു 10 ക്വസ്റ്റിൽ കിട്ടുമ്പോൾ 5 മാർക്സ് നമ്മുടെ റാങ്ക്സ് ഒരുപാട് ഡിറ്റർമിൻ ചെയ്യും. ഞാൻ അങ്ങനെ പലതും പരീക്ഷിച്ച് നോക്കിയപ്പോൾ ഞാൻ ഇടയ്ക്ക് സാറിനെ കാണിക്കും ആൻസേഴ്സ് എഴുതി. ചിലപ്പോൾ സാർ ഡെയിലി ഇടുന്ന ക്വസ്റ്റ്യൻസിൽ ഇതുപോലുള്ള കാര്യങ്ങൾ ചിലപ്പോൾ കണ്ടൻറ്റ് ഇല്ലെങ്കിലും ഞാൻ എന്തെങ്കിലും ഡയഗ്രാംസോ അല്ലെങ്കിൽ ചെറിയ കണ്ടൻറ്റ് വെച്ച് ഫ്ലോ ചാർട്ട്സ് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ സാർ പറയും ഇത് കൊള്ളാം, ഇതുപോലെ കുറച്ചും കൂടി കൊണ്ടുവരികയാണെങ്കിൽ മാർക്ക് കൂടുതൽ കിട്ടും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പിന്നീട് മെയിൻസ് ടെസ്റ്റ് സീരീസിൻ്റെ സമയത്താണെങ്കിലും ഞാൻ കുറേ ഫ്ലോ ചാർട്ട്സ്, ഇപ്പോൾ എത്തിക്സിനാണെങ്കിലും എനിക്ക് ഫ്ലോ ചാർട്ട്സിന് വേണ്ടി മാത്രം കുറച്ച് പേപ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ അവസാന പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പ് ഞാൻ റിവൈസ് ചെയ്തത് അതാണ്, കുറച്ച് ഡയഗ്രാംസ്, ഫ്ലോ ചാർട്ട്സ്. അപ്പോൾ അത് പെട്ടെന്ന് റാപ്പിഡ് മെമ്മറിയിൽ നിൽക്കും. അപ്പോൾ ഞാൻ ആ ഒരു ഇന്നോവേഷൻസ് പേപ്പറിൽ കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടാണ് കണ്ടന്റിൻ്റെ ആ ഡെഫിഷ്യൻസി എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നു. അത് എനിക്കൊന്ന് ആ ക്വസ്റ്റ്യൻ നമ്മൾ ഒന്നും കൂടെ ഒന്ന് ഡീപ്പറായിട്ട് പോകേണ്ടതാന്ന് തോന്നുന്നു. കാരണം ഫസ്റ്റ് അറ്റംപ്റ്റേഴ്സിൻ്റെ ഏറ്റവും വലിയൊരു ടെൻഷൻ എനിക്ക് വേണ്ടത്ര കണ്ടന്റ് ഉണ്ടോ എന്നാണ്. കാരണം ഞാൻ കോമ്പീറ്റ് ചെയ്യുന്നത് 2nd, 3rd, 4th അറ്റംപ്റ്റ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരോടാണ്. അപ്പം ആ കണ്ടന്റ് എങ്ങനെയാണ് മാനേജ് ചെയ്തത്? കാരണം ഇപ്പം ഇന്നും ഇന്നലെയോ നമ്മുടെ മാർക്ക് ലിസ്റ്റ് വന്നപ്പോൾ സോ യു ഹാവ് വെരി ഗുഡ് സ്കോർ ഫോർ GS. ഓക്കെ, അപ്പം വിത്ത് ലിമിറ്റഡ് കണ്ടന്റ്, കാരണം ഓബിയസ്ലി ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് കണ്ടന്റ് ഒന്നും നമുക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഇല്ല. ഈ ലിമിറ്റഡ് കണ്ടന്റ് കൊണ്ട് എങ്ങനെയാണ് അക്ഷയ്ക്ക് ഇത്ര ഹൈ മാർക്സ് വാങ്ങിക്കാൻ പറ്റിയത്? സാർ ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ 4 തവണ എഴുതിയ ആൾക്കും ആദ്യത്തെ തവണ എഴുതുന്ന എനിക്കും ഒരു പേപ്പറിൻ്റെ 2 സൈഡാണ് കിട്ടുന്നത്, സെയിം ആൻസർ. നമുക്കൊരു കണ്ടന്റ് അവിടെ നിറയ്ക്കുന്നതിനൊരു പരിധിയുണ്ട്. അപ്പോൾ അതെനിക്ക് മനസ്സിലായി. അപ്പോൾ പക്ഷെ നമുക്ക് എഡ്ജ് ഉണ്ടാക്കുന്ന, ഇപ്പോൾ ഞാൻ പത്രം വായിക്കുമ്പോഴാണെങ്കിലും ഞാൻ എന്തെങ്കിലും എക്സാമ്പിൾസ്, ഒരു കേസ് സ്റ്റഡി കണ്ടു കഴിഞ്ഞാൽ ഞാനപ്പോൾ ആ പത്രത്തിൽ നിന്നുള്ള കേസ് സ്റ്റഡി ചിലപ്പോൾ ഞാൻ എൻ്റെ OneNoteലോ ഫോണിലോ സേവ് ചെയ്ത് വെക്കും. ആ ടോപ്പിക്കായിട്ട് കറണ്ട് അഫയേഴ്സിൻ്റെ ചെറിയ നോട്ട്സ് എനിക്കുള്ളൂ. അപ്പോൾ അതിനകത്തേക്ക് ആഡ് ചെയ്ത് വെക്കും. അപ്പോൾ എനിക്ക് മനസ്സിലായി അത് ഞാൻ അങ്ങനത്തെ ഒരു പുതിയ എക്സാമ്പിൾ അല്ലെങ്കിൽ ഇതുവരെ കൺവെൻഷനലി നമ്മൾ കേൾക്കുന്നതല്ലാത്ത ചില എക്സാമ്പിൾസോ കേസ് സ്റ്റഡീസോ കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു എക്സ്ട്രാ എക്സാമിനർക്ക് ഒരു എക്സ്ട്രാ ഇത് കിട്ടും, ഒരു വിസിബിലിറ്റി അതിനുണ്ട്. അപ്പോൾ ഞാൻ അത് ചെയ്തിട്ടുണ്ട് ഒരു കാര്യം. പിന്നെ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ മാക്സിമം ഡയഗ്രാംസോ ഇമ്പ്രൂവ്മെൻറ്റ്സ്, ഇപ്പോൾ ആൻസർ തന്നെ ഒരു ഡാറ്റ നമ്മൾ കോട്ട് ചെയ്യണം. അപ്പോൾ ഒരു ഡാറ്റ കോട്ട് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഡാറ്റ എഴുതി വെക്കാം. അപ്പോൾ എക്സാമിനർക്ക് ഒരു അത് വായിച്ച് എടുക്കുന്നതിനേക്കാളും പകരം ഒരു ബാർ ഡയഗ്രാമോ ഒരു പൈ ചാർട്ടോ വരച്ചു കഴിഞ്ഞാൽ അതിന് കൂടുതൽ വിസിബിലിറ്റി ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ അതിന് മാർക്ക് വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെയുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് ആണ് റാദർ ദാൻ ഗോയിങ് ബിഹൈൻഡ് ഒരുപാട് കണ്ടന്റ്. അല്ലെങ്കിൽ മാർക്കറ്റിൽ ഒരുപാട് സോഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ക്വാളിറ്റി എൻറിച്ച്മെൻറ്റ് ഇത് ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ അതിനെല്ലാം കണ്ടന്റ് നമുക്ക് ഈ ഒരു 10 മാസത്തിനുള്ളിൽ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റർക്ക് ഒരിക്കലും സാധ്യമല്ല അതെല്ലാം എടുക്കാൻ. അപ്പോൾ ഉള്ള കണ്ടന്റിനെ മാക്സിമം റിഫൈൻ ചെയ്ത് അതിൻ്റെ ഞാൻ പറയുകയാണെങ്കിൽ വിസിബിലിറ്റി കൂട്ടുക, അതാണ് എൻ്റെ ഒരു സ്ട്രാറ്റജി ആയിട്ട് ഞാൻ ഉപയോഗിച്ചത്. ഇപ്പോൾ ഈ അക്ഷയ് പറഞ്ഞ വിസിബിലിറ്റി ഫാക്ടറിൽ അക്ഷയുടെ ആൻസേഴ്സിൽ വേറൊരു സംഭവം കണ്ടത് സ്ട്രക്ചേർഡ് ഫ്രെയിം വർക്ക്സ് ആയിരുന്നു. എന്ത് ആൻസർ വരുമ്പോഴും ഒരു സ്ട്രക്ചർ ഉണ്ടായിരുന്നു. ആ ഒരു സംഭവം കൂടി എനിക്ക് തോന്നുന്നു മെയിൻസ് ആൻസേഴ്സ് തരുന്ന സമയത്ത് എസ്പെഷ്യലി ഫസ്റ്റ് അറ്റംപ്റ്റേഴ്സിന് അത് ഭയങ്കര ലെവറേജ് ആണ്. അവർ മിനിമം കണ്ടന്റ് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടി നല്ലൊരു ലെവറേജ് ആയിട്ട് തോന്നുന്നുണ്ട്. ഈ സ്ട്രക്ചറിങ്ങിനെ കുറിച്ചാണെങ്കിലും ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് സാർ, ഇപ്പോൾ ഫസൽ സാർ ഇപ്പോൾ ഫോറിൻ സർവീസിലാണ്. അപ്പോൾ സാർ ഇങ്ങനെ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ സാറിന് പറ്റിയ ചില മിസ്റ്റേക്കുകളെ പറ്റി പറഞ്ഞു. അപ്പോൾ സാർ ആദ്യത്തെ അറ്റംപ്റ്റുകളിൽ സാർ ഒരുപാട് കണ്ടന്റിന് വേണ്ടി ശ്രമിച്ചിരുന്നു. അപ്പോൾ ഈ ഫ്രെയിം വർക്കും സ്ട്രക്ചറും ഞാൻ സാറിൽ നിന്നാണ് കുറച്ചും കൂടി മനസ്സിലാക്കിയത്. എനിക്ക് തോന്നുന്നു ഇന്ന ആർട്ട് ആൻഡ് കൾച്ചറിൽ നിന്ന് ഇന്ന ഏരിയസ്, ഇപ്പോൾ ലിറ്ററേച്ചർ ചോദിച്ചാൽ നിങ്ങൾ ഇങ്ങനെ ബ്രേക്കപ്പ് ചെയ്യണം, ഇന്ന ഹെഡിങ്സ് ആക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഏത് ആർട്ട് ഫോമിനെ കുറിച്ച് ചോദിച്ചാലും നിങ്ങൾക്ക് ഈ ഫ്രെയിം വർക്കിലേക്ക് നിങ്ങൾ കുറച്ച് ജനറൽ പോയിന്റ്സും സ്പെസിഫിക് ആയിട്ട് 1-2 പോയിന്റ് അറിയാമെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഫ്രെയിം വർക്കുകളും സ്ട്രക്ചറുകളും ഞാൻ അത് മാക്സിമം നോട്ട് ചെയ്ത് വെച്ചിരുന്നു, അല്ലെങ്കിൽ അത് എവിടെ നിന്നൊക്കെ കിട്ടാവുന്നു അതെല്ലാം കളക്ട് ചെയ്ത് വെച്ചിരുന്നു. അതും ഇതുപോലെ ഞാൻ ലാസ്റ്റ് മിനിറ്റിൽ റിവിഷന് വേണ്ടി ആ സ്ട്രക്ചേഴ്സ് ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ഇത്തവണത്തേക്കും പല ക്വസ്റ്റ്യൻസ് എനിക്ക് അങ്ങനെ ടാക്കിൾ ചെയ്യാൻ പറ്റി. ഈ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്വാളിഫൈ ചെയ്യുന്നവരിപ്പം കഴിഞ്ഞ വർഷം നമ്മുടെ ഇവിടെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഫിലിംസ് കമ്മീൻസ് ബാച്ച് ക്വാളിഫൈ ചെയ്ത ആനി ആണെങ്കിലും നമ്മുടെ വിനീത് ആണെങ്കിലും 169 അഗെയിൻ ഇൻ ഫസ്റ്റ് അറ്റംപ്റ്റ് ദേ ഹാവ് വെരി ഗുഡ് നോട്ട്സ്. ഓക്കെ, സോ എനിക്കൊന്ന് അക്ഷയ് ക്ലാസ്സിൽ നല്ല നോട്ട്സ് കിട്ടും. അക്ഷയ് ഓരോ പ്രാവശ്യം റിവൈസ് ചെയ്യുമ്പം ഡോക്ടർ അക്ഷയ് ഇത് ചെറുതാക്കി കൊണ്ടുവരായിരുന്നു. എന്താ, പക്ഷേ പരീക്ഷയുടെ തലേന്ന് നമുക്ക് ഇത് ഫുള്ളും റിവൈസ് ചെയ്യാൻ വേണ്ടി പറ്റില്ലല്ലോ. എന്തായിരുന്നു അക്ഷയുടെ ഒരു അപ്രോച്ച്? ആക്ച്വലി ഞാൻ സാധാരണ ചെയ്യുന്നത് വെച്ചാൽ നോട്ട്സ് മാക്സിമം ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എഴുതും.
പക്ഷേ ഇത് മൾട്ടിപ്പിൾ ടൈംസ് ഇപ്പോൾ ക്ലാസ് ടെസ്റ്റിനാണെങ്കിലും നമ്മുടെ പ്രിലിംസ് ടെസ്റ്റ് സീരീസിൻ്റെ സമയത്താണെങ്കിലും മെയിൻസ് ടെസ്റ്റ് സീരീസിൻ്റെ സമയത്താണെങ്കിലും റിവൈസ് ചെയ്യുമ്പോൾ അത്യാവശ്യം എനിക്ക് അതിന് മെമ്മറി കിട്ടുന്നുണ്ട്. പക്ഷേ ഞാൻ ചെയ്തിരുന്നൊരു കാര്യം, ഇപ്പോൾ ഏറ്റവും അത്യാവശ്യം വേണ്ട എക്സാമ്പിൾസ്, അതുപോലെ ചില സ്റ്റാറ്റുകൾ, അതെല്ലാം ചെറിയ ഒരു പ്രിസൈസ് ആയിട്ടുള്ള നോട്ട് ഉണ്ടായിരുന്നു എനിക്ക്. അത് മാക്സിമം ഒരു 4-5 പേജ് വരും. ഇപ്പോൾ GS 1 എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ GS 3 നമുക്ക് കുറേ സ്റ്റാറ്റും എക്സാമ്പിൾസും വേണ്ടി വന്നു. അപ്പോൾ ചെറിയ ഒരു 2-3 പേജ് ഉണ്ടായിരുന്നു. അപ്പോൾ അവസാന മിനിറ്റിൽ എനിക്ക് നോക്കാനുള്ള ഒരു കൺസൈസ് നോട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കിപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ, ഇപ്പോൾ GS 3 or 4 ഇടയിൽ കിട്ടുന്ന ഗ്യാപ്പിൽ നമുക്ക് മാക്സിമം റിവൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നോട്ട്സ് ഞാൻ കൺസൈസ് ആക്കി വെച്ചിരുന്നു. പക്ഷേ ബേസിക്കലി മറ്റേ ബേസ് കണ്ടൻറ്റ് എൻ്റെ കയ്യിലുണ്ട്, കാരണം ഞാനത് മൾട്ടിപ്പിൾ ടൈംസ് റിവൈസ് ചെയ്താണ്. അപ്പോൾ അത് മൊത്തം എനിക്ക് വായിക്കേണ്ടി വരുന്നില്ല. ഈ ചെറിയ നോട്ടിൽ നിന്ന് എനിക്ക് മാക്സിമം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമോ. ഇതിൻ്റെ ഒരു ഇമോഷണൽ റൈഡ് എങ്ങനെയായിരുന്നു? അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചു തുടങ്ങുമ്പോൾ ഇപ്പോൾ ആൻസർ റൈറ്റിംഗ് ഒക്കെ എഴുതുവാണെങ്കിലും ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും വരണമെന്നില്ല, നിർബന്ധമില്ല. അപ്പോൾ ഇടയ്ക്ക് ഡിസപ്പോയിൻറ്റഡ് ആയിട്ടുണ്ടോ, ഇതെന്നെ കൊണ്ട് പറ്റുമോ, അങ്ങനെ ഒരു അപ്സ് ആൻഡ് ഡൗൺസ്? അതോ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയതുകൊണ്ട് ഒരു ഇൻറ്റൻസ് യാത്രയായിരുന്നോ? സാർ, ഇതൊരു UPSC ജേണി ഉറപ്പായിട്ടൊരു റോളർ കോസ്റ്റർ റൈഡ് ആയിരിക്കും മോസ്റ്റ് ഓഫ് ദ ആസ്പിറൻസിന്. അപ്പോൾ എനിക്കും അതുപോലെ തന്നെ ആയിരുന്നു. കാരണം ഇനീഷ്യലി ഞാൻ ആൻസേഴ്സ് എഴുതുമ്പോൾ, അല്ലെങ്കിൽ ഒന്നാമത്തെ ടൈം കൺസ്ട്രെയിൻ്റ് ഉണ്ട്. ഇപ്പോൾ മീൻസ് ആൻസേഴ്സ് എഴുതുമ്പോൾ ടൈം ഒരിക്കലും തികയില്ല. നമ്മൾ 7 മിനിറ്റ് കൊണ്ട് എഴുതുന്നത് നമ്മൾ 15 മിനിറ്റ് എടുത്താലും എഴുതി തീർന്നു വരില്ല. അപ്പോൾ അത് ഭയങ്കര ഇമോഷണൽ ഒരു സ്ട്രെസ് ഉണ്ടാക്കുന്നുണ്ട് എനിക്ക്. അത് മാത്രമല്ല, ചിലപ്പോൾ നമ്മൾ മാക്സിമം നമ്മൾ പഠിച്ചു അല്ലെങ്കിൽ നന്നായി എഴുതി എന്ന് വിചാരിച്ച ആൻസർ നോക്കുമ്പോൾ ചിലപ്പോൾ സാറ് പറയും കുറച്ചും കൂടി ഇമ്പ്രൂവ് ആക്കാം, ഇത് കുറച്ചും കൂടി കണ്ടൻറ് ഉണ്ടാക്കാം. എനിക്ക് ഓർമ്മയുണ്ട്, ഫസ്റ്റ് ടെസ്റ്റ് സീരീസ് എഴുതിയപ്പോഴും ഞാൻ ഏകദേശം കുറേ പഠിച്ചിട്ട് പോയിട്ട് എഴുതിയപ്പോഴും സാർ പറഞ്ഞ് കുറച്ചും കൂടിയൊക്കെ കണ്ടൻറ് ഉണ്ടാക്കാം, കുറച്ചും കൂടി ഡെഫിനിഷൻസ് പഠിക്കൂ എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ എനിക്ക് തോന്നി ഇത്ര പഠിച്ചാൽ പോരാ എന്ന് തോന്നി. അപ്പോൾ ഞാൻ പിന്നെയും കുറച്ച് നന്നായിട്ട് യെസ് സാറ് വെച്ചാൽ അതെനിക്ക് വർക്കൗട്ട് ആയിട്ടുണ്ട്. കാരണം ഇൻ കേസ് ഏറ്റവും നല്ല ആൻസർ എഴുതിയാലും എന്തെങ്കിലും ഒരു പെർഫെക്റ്റ് ആൻസർ സാർ ഒരിക്കലും ഒരാൾക്ക് ഇപ്പോൾ ഓൾ ഇന്ത്യ റാങ്ക് 1 കിട്ടിയ ആൾക്കും ഒരു പെർഫെക്റ്റ് ആൻസർ എഴുതാൻ പറ്റിയെന്ന് വരില്ല. അതിനകത്തും അയാൾ എഴുതുന്ന ആൻസറിലും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കൊടുക്കാനുണ്ട്. അപ്പോൾ സാർ എപ്പോഴും അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ക്വാളിറ്റി അഡീഷൻ മാക്സിമം തരാനുള്ളതെല്ലാം തന്നിട്ടുണ്ട്. അത് ആക്ച്വലി ബെനിഫിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാനത് ഓവർകം ചെയ്തു. എനിക്ക് മനസ്സിലായി ഒരു ദിവസം കൊണ്ട് നമുക്ക് സ്കില്ല്, ഇപ്പോൾ പ്രിലിംസ് ടെസ്റ്റ് സീരീസിലാണെങ്കിലും മെയിൻസിലാണെങ്കിലും സ്കില്ല് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ അത് കുറച്ചൊരു കാലഘട്ടം കൊണ്ടുണ്ടാവും, ഒരു നീണ്ട കാലയളവിൽ ഉണ്ടാവുന്നതാണ്. പക്ഷേ ഫൈനലി ഞാൻ മെയിൻസിലേക്ക് പോകുമ്പോഴേക്കും എൻ്റെ ആൻസേഴ്സ് ഒരുപാട് ഫസ്റ്റ് ആൻസറിൽ നിന്ന് ഒരുപാട് ഇമ്പ്രൂവ് ആയിരുന്നു. ഇപ്പോൾ കുറഞ്ഞ കണ്ടൻറ്റിൽ തന്നെ നന്നായിട്ട് എഴുതാൻ എനിക്ക് പറ്റിയിരുന്നു. മെയിൻസ് സീരീസ് ആണല്ലോ, ഒരു ഇൻറ്റൻസ് പീരീഡ് മെയിൻസ് സീരീസ് ആണല്ലോ, കുറേ കണ്ടന്റ് പഠിക്കണം, ടെസ്റ്റ് ചെയ്യണം. അപ്പം അന്ന് അനൂപ് സാറ് പറഞ്ഞ എന്തെങ്കിലും കാര്യം ഇപ്പോഴും ഇങ്ങനെ സ്ട്രൈക്കിംഗ് ആയിട്ട് മനസ്സിൽ ഇരിപ്പുണ്ടോ? സാർ പറഞ്ഞത് പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് വെച്ചാൽ, നീ ഒരുപാട് പെർഫെക്ഷനിസ്റ്റ് ആവാതെ, ഞാൻ ആദ്യമൊക്കെ ഒത്തിരി പെർഫെക്ഷനിസ്റ്റ് ആയിരുന്നു. അപ്പോൾ എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കംപ്ലീറ്റ് ആവില്ല ആൻസർ. അപ്പോൾ ഞാൻ ഓരോ പേപ്പറിലും 15 ക്വസ്റ്റ്യൻ 16 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തിട്ട് ബാക്കി വിട്ടിട്ട് വരും ടെസ്റ്റ് സീരീസ്. അപ്പോൾ ഞാനിത് സാറിൻ്റെ അടുത്ത് വന്ന് പറയും, റീഡിംഗ് റൂമിൽ വരുമ്പോൾ ഞാൻ പറയും ഇത് കംപ്ലീറ്റ് ആവുന്നില്ല, ഒരു രക്ഷയില്ല. അപ്പോൾ ഞാൻ ആൻസർ പേപ്പറും സാറിനെ കാണിക്കാറുണ്ട്. അപ്പോൾ സാറ് പറയും ഇത് ഒരുപാട് ആൻസേഴ്സ് നീ ഒരുപാട് സമയമെടുത്ത് പെർഫെക്ഷനിസ്റ്റ് ആവാൻ ശ്രമിക്കുന്നുണ്ട്, അത് വേണ്ട. നിൻ്റെ അവിടെ പോകുമ്പോൾ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എങ്ങനെ ആരെ കൊന്നിട്ടാണെങ്കിലും ഈ പേപ്പർ മൊത്തം കംപ്ലീറ്റ് ചെയ്തിട്ടേ അവിടെ നിന്ന് ഇറങ്ങാവുള്ളൂ. ഇപ്പോൾ എന്ത് ചെയ്താലും ഇൻ കേസ് എക്സാമിനർ വന്ന് നിന്നാൽ പോലും ഇത് മൊത്തം എഴുതിയിട്ടേ കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ അത് തന്നെയാണ് ചെയ്തത്. അപ്പോൾ ആ സമയത്തുള്ള അഡ്രിനാലിൻ റഷിന് ഞാൻ GS ഫുള്ള് കംപ്ലീറ്റ് ആക്കി. അപ്പോൾ അതുവരെ അതിന് തൊട്ട് മുമ്പുള്ള ഫൈനൽ ഫുൾ ടെസ്റ്റിൽ പോലും ഞാൻ പേപ്പർ കംപ്ലീറ്റ് ആക്കിയുള്ളൂ. പക്ഷേ ഒറിജിനൽ ടെസ്റ്റിന് ഞാൻ ഫുൾ കംപ്ലീറ്റ് ആക്കി. അപ്പോൾ എനിക്ക് തോന്നുന്നു സാർ പറഞ്ഞ കാര്യം, അത് എങ്ങനെയായാലും കംപ്ലീറ്റ് ചെയ്തിട്ടേ പുറത്തിറങ്ങാവുള്ളൂ എന്നുള്ള കാര്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. കൂടി ഐഡിയ ആയിട്ട് ഇപ്പോൾ പല ആൾക്കാരും ഫസ്റ്റ് ടൈം മെയിൻസ് ചെയ്യുന്ന സമയത്ത് ഒരു ഐഡിയ ഉള്ളത്, ഓക്കെ നമുക്ക് നല്ല ആൻസേഴ്സ് എഴുതണം, നമുക്ക് ഏറ്റവും എക്സെപ്ഷണൽ ആൻസേഴ്സ് എഴുതണം. പക്ഷെ പ്രാക്ടിക്കലി അത് പോസിബിൾ അല്ല. വി ഹാവ് ടു ബാലൻസ് ബിറ്റ്വീൻ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ ഇവൻ എക്സാമിനറാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എല്ലാ ആൻസേഴ്സിനും കുഴപ്പമില്ലാത്തൊരു ആൻസർ എഴുതുക. അതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ. അപ്പോൾ ക്വസ്റ്റ്യൻ അഡ്രസ്സ് ചെയ്യാനുള്ള പ്രൈമറി ഗോളായിട്ട് പോകുന്നതാണ് ഒരു നല്ലൊരു മെയിൻസ് ആൻസർ നമുക്ക് എഴുതാൻ പറ്റുന്നത്. അത് ഹോൾ ഇങ്ങനെ ഒരു 20 ക്വസ്റ്റ്യൻസോളം ഒരു കുഴപ്പമില്ലാത്ത ആൻസർ എഴുതിയാൽ യു ആർ ഗോയിങ് ടു ഗെറ്റ് വെരി ഗുഡ് മാർക്സ്. അതാണ് ആ ഒരു ഗെയിം ചേഞ്ചർ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഡോക്ടർ, പക്ഷേ നമ്മുടെ സിവിൽ സർവീസ് എക്സാമിനെ ബാക്കി പരീക്ഷയിൽ നിന്ന് വളരെ വ്യത്യസ്തമാക്കുന്നു. ഭയങ്കര കറണ്ട് അഫയേഴ്സ് ഓറിയന്റാണ്. പ്രിലിംസ് കറണ്ട് അഫയേഴ്സ് ഉണ്ട്, മെയിൻസ് കറണ്ട് അഫയേഴ്സ് ഉണ്ട്. ഈ ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യുന്ന പല കുട്ടികൾക്കും ദേ ബിക്കം സോ മച്ച് ഒബ്സസ്ഡ് വിത്ത് കറണ്ട് അഫയേഴ്സ് ആൻഡ് ന്യൂസ് പേപ്പർ റീഡിങ്. ഒരു ദിവസം എന്ന് പറഞ്ഞാൽ മിക്കവാറും പത്രം വായന എന്തായിരിക്കും. അക്ഷയുടെ ഒരു അപ്രോച്ച് എങ്ങനെയായിരുന്നു? അതുപോലെ തന്നെ നമുക്ക് എല്ലാ സാറ്റർഡേസിലും ഒരു 4 hours കാന ക്ലാസ് ഉണ്ടല്ലോ. ഒരു 3 മണിക്കൂർ നമ്മൾ മെയിൻസ് ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യും, ഒരു 1.5 hours നമ്മൾ പ്രിലിംസ് ടോപ്പിക് ഡിസ്കസ് ചെയ്യും. ഇതൊക്കെ അറ്റൻഡ് ചെയ്യുമായിരുന്നു. എന്തായിരുന്നു
സാർ ഇനീഷ്യലി ആദ്യം കറണ്ട് അഫയേഴ്സ് എന്നുള്ളത് എനിക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഒരു ദിവസം പത്രം എടുക്കുന്നു, പത്രം എടുത്താൽ പിന്നെ പത്രം വായന തന്നെയാണ് ഒരു ദിവസം മൊത്തം. അപ്പോൾ ഇനീഷ്യലി ആ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ ചെയ്തതെന്ന് വെച്ചാൽ മാക്സിമം സിലബസുമായിട്ട് ഇത് ലിങ്ക് ചെയ്യാൻ നോക്കി കറണ്ട് അഫയേഴ്സ്. അപ്പോൾ പത്രത്തിൽ വരുന്ന സിലബസിലുള്ളത് പിക്ക് ചെയ്യാൻ ഞാൻ പിന്നെ പതുക്കെ സാവധാനം പഠിച്ചു. അപ്പോൾ പിന്നെ എൻ്റെ പത്രവായന യെസ് ഒബ്വിയസ്ലി ഒരു 2 മാസമെങ്കിലും എടുത്തിട്ടുണ്ട്. അത് എല്ലാ സമയത്തും 4 മണിക്കൂർ ഞാനൊരു 40-45 മിനിറ്റ്സ്. സാർ നമ്മൾ സെഷൻ എടുക്കുമായിരുന്നു. അപ്പോൾ ന്യൂസ് പേപ്പർ കറണ്ട് അഫയേഴ്സ് എങ്ങനെയാണ് അതിൻ്റെ സ്ട്രാറ്റജി, നമ്മൾ പല സ്ട്രാറ്റജി സെഷൻസ് അനൂപ് സാറായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു ഗ്രൂപ്പ് മെൻറ്റർഷിപ്പിൽ. അപ്പോൾ അതിലൊരു സെഷനിൽ നമ്മൾ കറണ്ട് അഫയേഴ്സും സിലബസും, അതായത് പത്രവും സിലബസും നമ്മൾ ഒരുമിച്ച് വെച്ചിട്ട് ഈ വാർത്ത ഏത് സിലബസിൽ ഏത് കീവേഡുമായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റും, അത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ വാർത്ത നമുക്ക് ഒഴിവാക്കാം, ഇത് ഒരു തരത്തിലും UPSCക്ക് ഇൻട്രസ്റ്റഡ് ആയുള്ള വാർത്തയല്ല. അപ്പോൾ ആ ഒരു പ്രോസസ്സിലൂടെയാണ് ഞാൻ ആ ടൈം കുറച്ച് കൊണ്ടുവന്നത്. പിന്നെ ഞാൻ സാറ് പറഞ്ഞ പോലെ ഞാൻ കറണ്ട് അഫയേഴ്സിന് വേണ്ടി ആദ്യം ഇനീഷ്യലി ഞാൻ കുറേ മാർക്കറ്റിൽ അവൈലബിൾ ആയ ഒരുപാട് റിസോഴ്സ് എടുത്ത് നോക്കി. അപ്പോൾ ഞാൻ റിസോഴ്സ് എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് പല ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും കണ്ടന്റ് ഫോളോ ചെയ്യാൻ പറ്റില്ല. അത് ഞാൻ നോക്കിയപ്പോൾ ഇത് ഒരുപാടുണ്ട്. ഇതൊരു ഫസ്റ്റ് അറ്റംപ്റ്റർക്കോ ഈവൻ 2-3 അറ്റംപ്റ്റ് ആയവർക്ക് പോലും ഇത്രയും കണ്ടന്റ് ആവശ്യമുണ്ടോ, ഇത് നമ്മുടെ എക്സാം ഡിമാൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം തോന്നി. പിന്നെ ഞാൻ പതുക്കെ ഐലൻഡിൻ്റെ കാനയും ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഐലൻഡിൻ്റെ കാന ഫോളോ ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായത് വളരെ പ്രിസൈസ് ആയിട്ടാണ് കണ്ടന്റ് കൊടുക്കുന്നത്. ഇപ്പോൾ വീഡിയോസിലാണെങ്കിൽ ഞാൻ റെക്കോർഡിങ്സ് ആണ് കണ്ടിരുന്നത്, സാധാരണ ലൈവായിട്ട് കാണാറില്ല. അപ്പോൾ എനിക്ക് 1.5 2x കാണാം. അപ്പോൾ പ്രിസൈസ് പ്രിലിംസിന് അവർ PYQ ഓറിയൻറ്റഡ് ആയിട്ട് പ്രിലിംസ് കണ്ടന്റ് ഇത് ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാൻ മാക്സിമം മന്ത്ലി കമ്പൈലേഷൻ ഡൗൺലോഡ് ചെയ്യും. അപ്പോൾ ഞാനത് മാർക്ക് ചെയ്ത് വെക്കും. എനിക്ക് സ്വന്തമായിട്ട് കറണ്ട് അഫയേഴ്സിന് അങ്ങനെ ഒരു വാസ്റ്റ് നോട്ടില്ല. അപ്പോൾ ഞാൻ PDF ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ ക്ലാസ്സിനൊപ്പം തന്നെ മാർക്ക് ചെയ്ത് വെക്കുക ചെയ്തിരുന്നു. മെയിൻസിലാണെങ്കിലും ഞാൻ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് കാനഡ സൈറ്റിൽ നിന്നുള്ള മെറ്റീരിയൽ ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ മാർക്ക് ചെയ്ത് വെക്കുക ചെയ്തിരുന്നു. അപ്പോൾ അത് ഞാൻ പിന്നീട് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ മീൻസ് സമയത്ത് റിവൈസ് ചെയ്യുക ചെയ്തത്. അപ്പോൾ ആ ഒരു സ്ട്രാറ്റജിയാണ് ഞാൻ കറണ്ട് അഫയേഴ്സിന് വേണ്ടി ഉപയോഗിച്ചത്. അപ്പോൾ ഈ കാന മെറ്റീരിയലിലെ കണ്ടന്റ് ഡോക്ടർ അക്ഷയുടെ മെയിൻ മെറ്റീരിയലിലേക്ക് ആഡ് ചെയ്യുമായിരുന്നു, അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് വെക്കുന്നത്? സാർ അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് വെച്ചിരുന്നത്. കാരണം PDFs ആയിട്ടാണ് ഞാൻ എൻ്റെ ബേസ് നോട്ട്സ് എന്ന് വെച്ചാൽ ഹാർഡ് കോപ്പി ആയിരുന്നു. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്യുന്നില്ല. പക്ഷേ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ പല ടോപ്പിക് വൈസ് ആയിട്ട് ഫോൾഡറിൽ ടാബിൽ സേവ് ചെയ്തിരുന്നു. അപ്പോൾ ഓൾറെഡി എനിക്കത് കാരണം ഞാൻ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ഇതിനകത്ത് ഇനി ഫുൾ കണ്ടന്റ് എനിക്ക് വായിക്കേണ്ട. അപ്പോൾ മാർക്ക് ചെയ്ത സാധനങ്ങൾ മാത്രം ഞാൻ പിന്നീട് മെയിൻസ് ടെസ്റ്റ് സീരീസ് സമയത്ത് അത് വായിക്കുമായിരുന്നു. അല്ലാണ്ട് അത് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല, അതിനുള്ളൊരു ടൈം എനിക്ക് ഉണ്ടായിരുന്നില്ല. ഒരു ഫസ്റ്റ് അറ്റംപ്റ്റിനെ സംബന്ധിച്ച് ഒരു ഇൻ്റർവ്യൂവിന് ക്വാളിഫൈ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഒരു എക്സൈറ്റ്മെൻ്റ് ആണല്ലോ. അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ ജേർണി മെയിനായിട്ട് ഒബ്വിയസ്ലി ഷിനാസ്കയായിട്ടാണ്. ഹൗ വാസ് ദ ജേർണി, ഹൗ വാസ് ദ എക്സ്പീരിയൻസ്? ഞാൻ പെട്ടെന്ന് ക്വാളിഫൈ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര സർപ്രൈസ് ആൻഡ് ഷോക്കായിരുന്നു. കാരണം ഞാൻ വിചാരിച്ചിരുന്നില്ല ഇത് ക്വാളിഫൈ ചെയ്യാൻ സാധ്യത ഉണ്ടെന്ന്. കാരണം നമുക്ക് ഒന്നും അസസ് ചെയ്യാൻ പറ്റില്ല പരീക്ഷ കഴിഞ്ഞാൽ നമ്മൾ ക്വാളിഫൈ ചെയ്യുമോ ഇല്ലയോ എന്നൊക്കെ. പക്ഷേ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം തന്നെ ഷിനാസ് സാറിനെ വിളിച്ചു. സാർ ഞാൻ ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഇനി എന്ത് ചെയ്യണം എന്നുള്ളത് എനിക്ക് അതിൽ സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ നേരെ സാറിനെ വിളിച്ചത്. അപ്പോൾ സാർ പറഞ്ഞു ഓക്കെ സെഷൻ വെക്കുന്നുണ്ട്, അപ്പോൾ നീ എന്തായാലും വരണം, ഇന്ന ദിവസമാണ് സെഷൻ. അപ്പോൾ ഞാൻ നേരെ പോയി സെഷൻ അറ്റൻഡ് ചെയ്തു. അപ്പോൾ സാറ് ആദ്യം സാറിൻ്റെ ഡാപ്പ് സെഷൻസ് ആണ്, ഡാപ്പ് എങ്ങനെ ഫില്ല് ചെയ്യണം, എന്ത് കൊടുക്കണം, നമ്മളെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് സാറ് ജാതകം മുഴുവൻ സാറ് എടുത്തിട്ട് എല്ലാ ഡീറ്റെയിൽസും സാർ ചോദിക്കും. എന്നിട്ട് നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, നിൻ്റെ അച്ചീവ്മെൻറ്റ്സ് പറയൂ. അപ്പോൾ ഞാനിങ്ങനെ നീ പോയിട്ട് ആലോചിച്ചിട്ട് അച്ചീവ്മെൻറ്റ്സ് എഴുതിക്കൊണ്ടു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, ഞാനൊരു 5ാം ക്ലാസ് മുതലുള്ള എല്ലാ അച്ചീവ്മെൻറ്റ്സും ഇങ്ങനെ എഴുതിക്കൊണ്ട് വരും. അപ്പോൾ സാർ പറയും ഈ അച്ചീവ്മെൻറ്റ് വെക്കണ്ട, ഇത് വെക്കാം. അപ്പോൾ ഭയങ്കര സാർ അതിനുവേണ്ടി കുറേ എഫേർട്ട് ഇട്ടു. അപ്പോൾ ആ ഒരു ജേണിയിൽ പിന്നെ എനിക്ക് ഏറ്റവും സാറിൻ്റെ കൂടെ തന്നെ പറയേണ്ടതാണ് എൻ്റെ പിയർ ഗ്രൂപ്പിലെ മെമ്പേഴ്സ്. അപ്പോൾ അതിൽ നമ്മൾ 4 പേരുണ്ടായിരുന്നു. 4 പേരും ഭയങ്കര വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിൽ 2 പേര് ഇപ്പോൾ റിനു ആണെങ്കിലും 81 റാങ്ക് വാങ്ങിച്ചു, അക്ഷര ആണെങ്കിലും ആ ഗ്രൂപ്പിലുണ്ടായിരുന്നതാണ്. പക്ഷേ അക്ഷരനും കിട്ടിയില്ല. പക്ഷേ ഈസ് ഓൾസോ വെരി ബ്രില്യൻറ്റ്. അല്ലെങ്കിൽ നമ്മൾ അത് ഭയങ്കര സപ്പോർട്ട് ചെയ്യും. നമ്മൾ ഏകദേശം എല്ലാ ദിവസവും ഇരിക്കുമായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ദൂരെയാണ് ഇരിക്കുന്നതെങ്കിലും ഷിനാസ് സാർ പറയും വേണ്ട, നിങ്ങൾ അവിടെ ഇരിക്കേണ്ട, നിങ്ങൾ മെയിൻ ഓഫീസിൽ വന്നിരിക്കുക, അപ്പോൾ എനിക്കും നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന കേൾക്കാം, എനിക്കും അതിനകത്ത് വരാമല്ലോ, നിങ്ങൾ എന്താണ് പറയുന്നത്. അപ്പോൾ ഒരു ഗൈഡഡ് പിയർ മോക്ക് ആയിരുന്നു ആക്ച്വലി. അപ്പൊ നിങ്ങളുടെ ടീമായിരുന്നല്ലേ നമ്മുടെ കോൺഫറൻസ് റൂമിൽ ഇവരെ പുറത്താക്കാറ്? ഞങ്ങളായിരുന്നു അത് ഏറ്റവും കൂടുതൽ യൂട്ടിലൈസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതായത് ഡെയിലി ആര് വന്നില്ലെങ്കിലും നമ്മൾ അവിടെ എത്തിയിരിക്കും. അതിപ്പോൾ എന്തൊക്കെ തിരക്കുണ്ടെങ്കിലും, ഇപ്പോൾ റിയൂണിയൻ ക്ലാസ് ഉണ്ടെങ്കിലും, അക്ഷർ വേറെ എന്തെങ്കിലും പരിപാടിയിലാണെങ്കിൽ ഞാൻ ചിലപ്പോൾ പുറത്താണെങ്കിലും ഒക്കെ ആ ഒരു സമയത്ത് അവിടെ എത്തിയിരിക്കും. അപ്പോൾ അതിൽ നമ്മുടെ ഓരോ ആൻസേഴ്സും ഇപ്പോൾ ഞങ്ങൾ മൾട്ടിപ്പിൾ ടൈംസ് ഓരോ ആൻസേഴ്സ് പറഞ്ഞു നോക്കും. ഇപ്പോൾ ചിലപ്പോൾ 3 പേരും സെയിം ആൻസേഴ്സ് തന്നെ പറഞ്ഞു നോക്കും. അപ്പോൾ അതാണ് ഷിനാസ് സാർ പറഞ്ഞിരുന്നത്, നമ്മൾ ഒരേ ആൻസർ 3 പേരുടെയും പെർസ്പെക്റ്റീവ്സ് എടുക്കുക, അതിൽ നിന്നൊരു ബാലൻസ്ഡ് അപ്രോച്ച് നിങ്ങൾ എടുക്കുക. അപ്പോൾ ഞാനൊക്കെ ആദ്യം ചിലപ്പോൾ പറയുന്ന ആൻസേഴ്സ് ഭയങ്കര എക്സ്ട്രീംസ് ആയിരിക്കും. അപ്പോൾ അവർ പറയും നിൻ്റെ ആൻസർ കുറച്ച് കടന്നു പോകുന്നുണ്ട്, നമുക്ക് അത്രയും എക്സ്ട്രീമിസ്റ്റുകൾ ഇവിടെ ആവശ്യമില്ല, നമുക്ക് കുറച്ച് ഇത് ലൈറ്റ് ആക്കണം. അപ്പോൾ അത് ഓരോ ദിവസവും ഇപ്പോൾ ഞാൻ ആദ്യം ഒക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ ഞാൻ അധികം പുറത്ത് സംസാരിക്കുന്ന ആളല്ലായിരുന്നു. പക്ഷേ ഇവരെ കൂട്ടത്തിൽ നിന്ന് സംസാരിച്ചപ്പോൾ ഒരുപാട് ഇപ്പോൾ IR-ൻ്റെ ആണെങ്കിലും ഡെവലപ്മെൻറ്റ് എക്കോണമിയുടെ ഒക്കെ ആൻസർ ഇവരൊക്കെ എക്സ്പേർട്സ് ആണ് ഇതിൽ. അപ്പോൾ
അത് എനിക്കൊരു ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഒറിജിനൽ UPSCക്ക് പോയപ്പോൾ. പിന്നെ ആണെങ്കിലും ഷിനാസ് സാറാണെങ്കിലും ഇപ്പോൾ നമുക്ക് 1-on-1 ഇപ്പോൾ ഞാൻ ഇൻ കേസ് ഞാൻ കുറച്ച് മടി പിടിച്ച് നിന്നാലും സാർ ഇങ്ങോട്ട് വിളിക്കുക. അവസാനം ഒരു ഫെബ്രുവരി ആയപ്പോൾ സാർ ഇങ്ങോട്ട് വിളിച്ചിട്ട് നീ വരുന്നില്ലേ, നീ എവിടെയാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു ഇതിൽ ഞാൻ ഒത്തിരി 1-on-1 സെഷൻസ് എടുത്തു. അപ്പോൾ എൻ്റെ ഇനീഷ്യലി കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു, സ്പീഡിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കാം ഡൗൺ ചെയ്ത് ഒരു കാമായിട്ട് UPSC ഇൻ്റർവ്യൂവിന് സമീപിക്കാൻ പറ്റിയത് ആ ഒരു ടാപ്പ് സെഷനും പിയർ മോക്കും ആയിരുന്നു. ആക്ച്വലി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ലൈക്ക് April 22 റിസൾട്ട് വന്നു. ആ റിസൾട്ടിലേക്ക് എത്തുന്ന ദിവസങ്ങൾ എങ്ങനെയായിരുന്നു? എവിടെ വെച്ചായിരുന്നു? എവിടെ നിന്നപ്പോഴാണ് റിസൾട്ട് വന്നത്? എന്തായിരുന്നു ആദ്യത്തെ ഫീലിംഗ്? ഞാൻ ആക്ച്വലി ഭയങ്കര ഒബ്വിയസ്ലി ഇത് കൊടുത്ത, അതായത് ഇൻ്റർവ്യൂ കൊടുത്ത എല്ലാവർക്കും ഭയങ്കര ടെൻഷനായിരിക്കും ആ 2-3 ദിവസം. അപ്പോൾ റീഡിംഗ് റൂമിൽ പോകുമ്പോഴും എല്ലാവരും ചോദിക്കുന്നുണ്ടെന്ന്, ഒരു ഭയങ്കര സ്ട്രെസ്ഡ് ആണല്ലോ, എന്ത് വന്നാലും നമ്മൾ നേരിടും, കുഴപ്പമില്ല, എല്ലാവരും ധൈര്യം തരുന്നുണ്ട്. പക്ഷേ എന്നാലും എൻ്റെ ആ ഒരു ധൈര്യം ലെവൽ അങ്ങ് വേണ്ട ലെവലിൽ എത്തുന്നില്ല. അപ്പോൾ ഞാൻ ഒരു 2 ദിവസം ആ ലെവലിൽ നിന്ന് ഇപ്പോഴും താഴെ വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ എന്നാൽ പിന്നെ ഇവിടെ ഇരിക്കുമ്പോൾ എല്ലാവരും ചോദിക്കും എൻ്റെ അടുത്ത്, അല്ലെങ്കിൽ ഞാൻ ടെൻഷനായിരിക്കുമ്പോൾ അവർക്കും പേടിയാവും, അയ്യോ എന്ത് പറ്റിയെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ റൂമിൽ പോയിരിക്കാം 2 ദിവസം റൂമിൽ. അപ്പോൾ ഞാൻ റൂമിനകത്ത് അപ്പോൾ റിസൾട്ട് വരുമെന്ന് സാധ്യതയുള്ള 2 ദിവസം ഞാൻ റൂമിൻ്റെ അകത്ത് റൂം അടച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ റൂം അടച്ചിരുന്നിട്ട് അപ്പോൾ രാവിലെ വരുമെന്ന് പറയുന്നു, ഉച്ചയ്ക്ക് വരുമെന്ന് പറയുന്നു. അപ്പോൾ ഓരോ മിനിറ്റ് നമ്മളിങ്ങനെ ഗ്രൂപ്പ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, ഓരോ നോട്ടിഫിക്കേഷൻ നമ്മുടെ ഹാർട്ട് ബീറ്റ് ഇങ്ങനെ ഭയങ്കരമായിട്ട് കൂട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അവസാനം റിസൾട്ട് വന്നു. റിസൾട്ട് വന്നപ്പോൾ ഞാൻ ആദ്യം കുറച്ച് നേരം ഫോൺ എടുക്കാൻ മടിച്ചു, ആരെങ്കിലും വിളിക്കട്ടെ, അല്ലെങ്കിൽ ആരെങ്കിലും വിളിക്കുമ്പോൾ റിസൾട്ട് അറിയാമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ എന്നാലും ഞാൻ ആ സ്ട്രാറ്റജി വിജയിച്ചില്ല. ഞാൻ അവസാനം നമ്പർ അടിച്ച് നോക്കി. നമ്പർ അടിച്ച് എൻ്റെ മുഴുവൻ നമ്പർ അടിക്കാനുള്ളൊരു ഇത് വരുന്നില്ല. ഞാനപ്പോൾ 190 വരെ അടിച്ചു. 190 അടിച്ച് മൊത്തം അടിക്കാനുള്ളൊരു എപ്പോഴും ഞാൻ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ വിനീതിൻ്റെ പേര് കാണുന്നുണ്ട്, ആദർശിൻ്റെ പേര് കാണുന്നുണ്ട്, റീനുവിൻ്റെ പേര് കാണുന്നുണ്ട്. അപ്പോൾ ഒത്തിരി പേരുടെ പേരുകൾ കാണും, എനിക്ക് പരിചയമുള്ള ഒത്തിരി പേരുടെ പേരുകൾ കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് സമാധാനവും, രക്ഷപ്പെട്ടു, ഇവരെ കൊണ്ടല്ലോ. ഞാൻ താഴേക്ക് വന്നപ്പോൾ ഒബ്വിയസ്ലി എൻ്റെ പേരും ഉണ്ട്. അപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഞാൻ റൂം തുറന്നിട്ടില്ല, റൂമിൻ്റെ അകത്തിരിക്കുകയാണ്. പിന്നെ ഒരു 10 മിനിറ്റ് അവിടെ ഇരുന്നു. ഞാൻ ഉടനെ വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞു. സമാധാനമാണോ? ആദ്യം എനിക്ക് സന്തോഷം എന്ന് പറയാൻ പറ്റില്ല സാർ, ഒരു ഭയങ്കര റിലീഫാണ് ഉണ്ടായത്. ഇതിനകത്ത് വന്നല്ലോ. ഞാൻ റാങ്ക് പോലും അന്നേരം നോക്കിയിട്ടില്ല. ഇനീഷ്യലി ഞാൻ എൻ്റെ റാങ്ക് അല്ല നോക്കിയത്, എൻ്റെ പേര് അവിടെ ഉണ്ട്. അപ്പോൾ ഏത് റാങ്ക് കിട്ടും, എനിക്ക് ഏത് സർവീസ് കിട്ടും, അതൊന്നും ഞാൻ കൺസേൺഡേ അല്ല. പിന്നെയാണ് രണ്ടാമതാണ് ഞാൻ നോക്കുന്നത്, എനിക്ക് റാങ്ക് എത്രയാണ്, ഓക്കെ ശരി. അപ്പോൾ ഞാൻ പ്രയോറിറ്റൈസ് ചെയ്യുന്ന ഏതെങ്കിലും സർവീസുകൾ തന്നെ എനിക്ക് കിട്ടും. അപ്പോൾ അത് ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെയാണ് കുറച്ച് കഴിഞ്ഞ് എല്ലാവരും വിളിക്കാൻ തുടങ്ങിയതും. വീട്ടിൽ പേരൻസിനെ വിളിച്ചപ്പോൾ എന്തായിരുന്നു അവിടെ റിയാക്ഷൻ? അവർ ഇങ്ങനെ റാങ്ക് ഒക്കെ എക്സ്പെക്ട് ചെയ്ത് നിൽക്കുമായിരുന്നു, അതോ അക്ഷയ് പറഞ്ഞപ്പോഴോ? അതോ ഞാൻ ആക്ച്വലി അവരെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇത് ഇങ്ങനെയാണ്. അവർക്ക് ഒത്തിരി ഇതിനെപ്പറ്റി അറിയുന്ന ആൾക്കാരല്ല, അവർ അത്ര വിദ്യാഭ്യാസപരമായിട്ട് അത്ര ഉയർന്ന ആൾക്കാരല്ല. അപ്പോൾ അവർക്ക് പരീക്ഷയെക്കുറിച്ചൊരു ക്രൂഡ് ഐഡിയ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഇത് വളരെ സാധ്യത കുറവാണ്, ഇതെൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്, സാധ്യത കുറവാണ് കിട്ടാൻ, അപ്പോൾ നമുക്ക് എന്തായാലും വീണ്ടും ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിലും അവർ ഫോണിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു, ഞാൻ വിളിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ അവർ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആക്ച്വലി ഞാനപ്പോൾ ആ റിസൾട്ട് വരുന്നതിന് തൊട്ട് മുമ്പും ഞാൻ മറ്റേ 12th ഫെയിൽ ആ സീൻ കണ്ടിരുന്നു. അപ്പോൾ മനോജ് ശർമ്മ മറ്റേ വീട്ടിലേക്ക് വിളിക്കുന്ന ആ സീൻ, അപ്പോൾ അത് 2 തവണ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഏതാണ്ട് അതേപോലൊരു മൊമെൻ്റ് ആയിരുന്നു എനിക്കും. കാരണം വീട്ടിലേക്ക് വിളിക്കുന്നു, കരച്ചിലാവുന്നു. അപ്പോൾ ആ ഒരു മൊമെൻറ്റ് ഭയങ്കര മെമ്മറബിൾ മൊമെൻ്റ് ആണ്, അതൊരിക്കലും എനിക്ക് മറക്കാൻ പറ്റാത്തൊരു മൊമെൻ്റ് ആയിരുന്നു. അക്ഷയ്, താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിങ് ഓൾ ദീസ് ഇൻസൈറ്റ്സ്. എനിക്കിതിൽ നിന്ന് അക്ഷയുടെ ഒരു ജമ്മായിട്ട് കിട്ടിയിട്ട് സാധനം എന്ന് വെച്ചാൽ, ഒന്ന്, നമുക്ക് ഈ പരീക്ഷ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് നമ്മൾ ആദ്യം തന്നെ നമുക്കൊരു ഉറപ്പ് വേണം. പിന്നെ എക്സ്ട്രോർഡിനറി മെറ്റീരിയൽസോ എക്സ്ട്രോർഡിനറി കാര്യങ്ങളോ ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ ഓർഡിനറി ആയിട്ടുള്ള കാര്യം, എല്ലാ ദിവസവും ക്ലാസ്സിൽ പോകുന്നതിന് മുമ്പ് റിവൈസ് ചെയ്യുക, ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നോട്ട്സ് എടുക്കുക, അത് കഴിഞ്ഞിട്ട് അത് റിവൈസ് ചെയ്യാം, റെഗുലറായിട്ട് പ്രിലിംസ് ടെസ്റ്റ് എടുക്കുക, മെയിൻസ് ടെസ്റ്റ് എടുക്കുക, മെൻറ്റേഴ്സിൻ്റെ അടുത്ത് പോയി ഫീഡ്ബാക്ക് എടുക്കുക. ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട് 1 വർഷം 1.5 വർഷം ചെയ്യുന്ന ആൾക്കാരാണ് ഈ പരീക്ഷ ക്വാളിഫൈ ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ ആ വളരെ ഓർഡിനറി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നതാണ് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നത് എന്നത്. സോ താങ്ക് യു സോ മച്ച്, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു അനൂപ് ഫോർ ഗൈഡിങ് ഹിം ത്രൂ ദിസ് പാത്ത്. താങ്ക് യു.